അവിടെ എന്താണ് സായി കാണിക്കുന്നത്? എനിക്ക് സായിയുടെ ഗെയിം കളി കാണുമ്പോൾ ഗെയിം എന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ ഇങ്ങനെ നിന്ന് പോകുക, അല്ലാതെ അതിനപ്പുറത്തോട്ട് ഗെയിം കളിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒന്നും അവിടെ കൊടുക്കാൻ സായിക്ക് താല്പര്യമില്ല. അവിടെ ഏറ്റവും കൂടുതൽ ആ, പ്രതിഫലം വാങ്ങുന്നത് സായിയാണ് എല്ലാവരെക്കാളും. എന്നിട്ട് ഏതാണ്ട് അതിൻ്റെ ആ, ഇത് വിന്നറാകുന്ന, അത് ജയിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന 50 ലക്ഷമാണ്. അതിൻ്റെ പകുതിയോളം സായിക്ക് എന്തായാലും കിട്ടും. നീ വെറുതെ പറയുന്നതല്ല. അത് സായിക്കാണ് ഏറ്റവും കൂടുതൽ അവിടെ പ്രതിഫലം കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് സായി വന്ന് കാണിക്കുന്നത്, അതായത് ഈ കഴിഞ്ഞ ദിവസത്തെ കളി, അത് ഇന്നലത്തെ ഗെയിമിൽ എന്തോ ചാക്കി കെട്ടി ഒരു ഓടുന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. അതിൽ ഈ സായി അങ്ങ് നന്ദനയ്ക്കൊക്കെ നിന്ന് കൊടുക്കുകയാണ്. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അർജുൻ നന്ദനയെ ഒന്ന് കറക്കി എറിഞ്ഞപ്പോൾ തന്നെ ആ ഗെയിമിനൊരു രസം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു രസമാണ്. ഇത് നിന്ന് കൊടുക്കുകയാണ്. ഇവർ എന്താ, അനിയത്തി അണ്ണം പാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെയാണ് സിജോയും ഈ സായിയോടെ കാണിക്കുന്നത് നന്ദനയോട്. നന്ദന സത്യത്തിൽ വെറുപ്പിക്കുകയാണോ? ആൾക്കാരെ വെറുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നന്ദന തിരിച്ച് അവരോട് പ്രവർത്തിക്കുന്നതും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നന്ദനെ ആൾക്കാർ സ്നേഹിച്ചു വരുന്നതും ആൾക്കാർ വെറുത്തു പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ തന്നെ നന്ദനയ്ക്ക് ആൾക്കാരുടെ സ്നേഹമൊന്നും പിടിച്ച് വാങ്ങാൻ പറ്റിയിട്ടില്ല. അത് പറ്റിയിട്ടില്ല. എന്തിനോ മറ്റുള്ള ആൾക്കാരോടുള്ള ദേഷ്യം നന്ദനയ്ക്ക് കുറെ വോട്ട് കിട്ടാൻ കാരണമായെന്നല്ലാതെ നന്ദനയോടുള്ള സ്നേഹത്തിനൊന്നും ആരും വോട്ട് ചെയ്തിട്ടില്ല. കുറെ പേരെ നമുക്ക് പുറത്താക്കണമെന്നുണ്ടായിരുന്ന ദേഷ്യം ഉണ്ടായിരുന്ന ആൾക്കാരെ നന്ദനയ്ക്ക് വോട്ട് കൊടുത്ത് പുറത്താക്കി എന്നല്ലാതെ നന്ദനോടുള്ള നന്ദന ഇന്ന് പുറത്താകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ ആഴ്ച പുറത്താകാൻ നല്ല സാധ്യതയാണ്. നന്ദനയോടെ സഹായി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സഹായി അവിടെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നിന്ന് വെളുപ്പിക്കുകയാണ്. സായിയെ വെളുപ്പിക്കുന്നു. സായി ഭയങ്കര പാവമാണ്. സായി ഭയങ്കര എന്താ പറയുക, ചക്രക്കുട്ടനാണ്, കണ്ണനാണ്, ഉണ്ണിയാണ്. ആ രീതിയിലാണ് സായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഗെയിം കളിക്കാനോ എന്തോ നടുവിനൊക്കെ എന്തോ വേദനയോ എന്തോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് അധികം എന്താ പറയുക, കട്ടിയുള്ള പരിപാടിയൊന്നും പുള്ളിക്കാരൻ ചെയ്യാതെ ആണ് കളിക്കുന്നതൊക്കെ. അത് കുഴപ്പമില്ല. അതൊക്കെ അങ്ങനെ തന്നെ പോട്ടെ. പക്ഷേ ഇതിലൊക്കെ നിന്ന് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിനൊക്കെ നന്ദനയ്ക്കൊക്കെ നിന്ന് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അതാണ് എനിക്ക് ദേഷ്യം വരുന്നത്. ഇവരുടെയൊക്കെ ഒരു ഗെയിം കണ്ടിട്ട് ഒരു രസമില്ല. ഇപ്പോഴും TRP എന്ന് പറഞ്ഞ സാധനം അത് ജിൻഡോയിലും നമ്മുടെ ജാസ്മിനിലൊക്കെയാണ് നിൽക്കുന്നത്. സായി പോയാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സായി അവിടെ ഒരു തീയായി മാറും, അല്ലെങ്കിൽ ഒരു നല്ലൊരു കളിയോടെ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. സായിയൊക്കെ വന്നപ്പോൾ ഒന്നുമില്ല. സായിക്ക് ഇതിൻ്റെ ഗെയിമെല്ലാം മനസ്സിലാക്കി ഇതിനെ ഭയങ്കര സംഭവമാവുമെന്ന് കരുതി. ഒന്നുമില്ല. അപ്പോൾ റോബിനെയൊക്കെ സമ്മതിക്കണം. റോബിനൊക്കെ എത്രയോ കണ്ടന്റുകൾ കൊടുത്തു. പോകുന്നവരെയും കണ്ടന്റായിരുന്നു റോബിൻ. ഇവിടെ എന്താണ് പലപ്പോഴും ഉറക്കവും തീറ്റി, അങ്ങനെ അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് കാണാനില്ല. കുറേ നേരം നമുക്ക് എന്തെങ്കിലും ഒരു ഗെയിം കൊണ്ടുവരുമ്പോൾ കണ്ടിരിക്കാമെന്നല്ല, ഭയങ്കരമായ ബോറിംഗ് ആണ്. ഇത് കണ്ടിരിക്കുന്നവരെ സമ്മതിക്കണം. ഇതൊരുമാതിരി എന്താ പറയുക, ഇങ്ങനെയുള്ള സിനിമകളുണ്ടല്ലോ, ഈ പൊട്ടപ്പടങ്ങൾ, അതുപോലുള്ള സിനിമകൾ നമ്മൾ കണ്ടിരിക്കുന്ന പോലാണ്. ഇതിനകത്തൊരു മാങ്ങാത്തൊലിയില്ല സത്യത്തിൽ. ഗബ്രിയെ കൊണ്ടായിരുന്നപ്പോൾ പിന്നെ അടിയും വഴക്കും, അത്യാവശ്യം ആരോടെങ്കിലൊക്കെ. ഇത് ഗബ്രിയും കൂടെ പോയപ്പോഴത്തേക്ക് സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നടക്കുന്നില്ല. നോറ നല്ല കുട്ടിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തോ ഇതിൽ 5 പേരിൽ ഒരാളാകാൻ വേണ്ടിയിട്ട് ആദ്യം അതായത് ഇത് ഈ കളി ഇത് ആ, നമ്മുടെ അഖിൽമാരാർ ചെയ്തൊരു സംഭവമാണ്. ഇതിൻ്റെ കൂടെ അവസാനമൊക്കെ ഈ സമയത്ത് അധികം ഗെയിം കളിക്കാനോ ആരുമായിട്ടും വഴക്കിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അഖിൽമാരാർ ഇറങ്ങിയില്ലായിരുന്നു. അഖിൽമാരാർക്ക് അറിയാമായിരുന്നു വോട്ട് തനിക്കാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് ഇനി അങ്ങ് എന്താ പറയുക, അധികം ഇറങ്ങി പണ്ട് റോബിൻ ഉണ്ടാക്കിയ പോലത്തെ ഒരു പ്രശ്നം ഇനി ഉണ്ടാക്കണ്ട. അതായത് തട്ടിപ്പറിച്ചുകൊണ്ട് ഓടി ബാത്റൂമിൽ കയറി ഒളിച്ചിരുന്ന ആ ഒരു സീനായ പോലെ ആ ഒരു സംഭവം ഉണ്ടാവണ്ടെന്ന് കരുതി അഖിൽമാരാർ ഒന്ന് ഒതുങ്ങിയായിരുന്നു. അങ്ങനെയാണ് പുള്ളിക്കാരൻ അതിൽ വരുന്നതൊക്കെ. അല്ലെങ്കിൽ ഇതിൽ ഗെയിം കളിച്ച് എന്തെങ്കിലും തട്ടലോ മുട്ടലോ പുറത്താവേണ്ട ഒരു അവസ്ഥ വരും. നോറ ഇപ്പോൾ ഒരു വള്ളിയിലും കയറി പിടിക്കുന്നില്ല. ഭയങ്കര പാവമായിട്ട് ഇന്നലത്തെ കളിയിലും അത് വിട്ടുകൊടുത്ത് അത് പുള്ളിക്കാരി അങ്ങ് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇതിലൊന്നും ഒരു രസം ആൾക്കാർക്കില്ല. അത് സത്യത്തിൽ ഭയങ്കര ബോറിംഗ് ആണ് ഇപ്പോൾ കാണുക എന്ന് പറയുന്നത്. ഇടയ്ക്കൊക്കെ വെച്ച് നമ്മൾ കാണും. പിന്നെ വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും കണ്ടന്റ് കിട്ടുമോ എന്നൊക്കെ അറിയാം, കാണാറുണ്ട്.
ഞാനിത് ചെയ്താലും വലിയ വ്യൂസ് ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല സത്യം. എങ്കിലും നമ്മൾ ഇതിനെക്കുറിച്ച് പറയാൻ കാണാറുണ്ട് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അറിയാൻ. ഏതാണ്ട് ഫൈനലൊക്കെ ആയല്ലോ. അതുകൊണ്ട് നമുക്ക് എന്താണ് ഇതിൽ ആര് ജയിക്കും, ആർക്കാണ് സാധ്യത എന്നൊക്കെ അറിയാൻ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്കിത് കാണാനും തോന്നും എന്താണ് അതിൻ്റെ അത് നടക്കുന്നതെന്നൊക്കെ. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കരമായ ബോറടിയാണ് തരുന്നത്. ഗെയിമുകളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതാണ്, പക്ഷെ ഇവർ കളിക്കുന്നില്ല. ഗെയിമൊക്കെ നല്ലതാണ്, നല്ല രീതിയിൽ അത് കളിച്ച് ഒരു രസമാക്കാൻ പറ്റും, പക്ഷെ ഇവർ അനങ്ങുന്നില്ല. അതാണ് സംഭവം. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, ചുമ്മാ ബിരിയാണി തെറ്റിക്കാന്നേ ഉള്ളൂ. സായി കൃഷ്ണ കാണിക്കുന്ന ഭയങ്കര ഒരു മോശമാണ്. ഇങ്ങനെയൊന്നും അല്ല നമ്മൾ വിചാരിച്ചിരുന്നത്. നന്നായിട്ട് ഗെയിം കളിക്കാവുന്ന നല്ല ഫാൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ജയിക്കാൻ ജയിക്കാൻ തന്നെ സാധ്യതയുള്ള ഒരാളായിരുന്നു. അങ്ങനെ ചിലപ്പോൾ ഇന്ന് പോകാൻ സാധ്യതയുണ്ട് നന്ദനയോടൊപ്പം.